യെസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റോബിൾ സാറിൻ്റെ സൈക്കോ സിദ്ധാന്തത്തിലെ സിക്സ് ലെയർ ഇമോഷനെ കുറിച്ചാണ്. എന്താണ് വികാരങ്ങൾ? അതായത് വികാരങ്ങൾ എന്നത് നമ്മുടെ ഉള്ളിലുള്ള ആന്തരിക കാലാവസ്ഥ, അതായത് വെതർ, ഇന്നർ വെതർ എന്ന് പറയും. എന്താണ്? നമ്മുടെ വിശ്വാസങ്ങളും കഥകളും മൂല്യങ്ങളും എല്ലാം ചേർന്ന് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന പ്രതിഫലനം, റിഫ്ലക്ഷൻ, അതാണ് വികാരങ്ങൾ. അപ്പോൾ വികാരങ്ങൾ എനർജി ഇൻ മോഷൻസ് എന്ന് പറയും. അതായത് നമ്മുടെ ശരീരത്തിലൂടെ ഒഴുകുന്ന ഊർജമാണ് വികാരങ്ങൾ. ഈ മോഷൻ, എനർജി ഇൻ മോഷൻ, അത് പോസിറ്റീവായിട്ടാണ് നമ്മുടെ ശരീരത്തിലൂടെ ഒഴുകുന്നത് വെച്ചാൽ നമ്മൾ ആരോഗ്യവാന്മാരായിരിക്കും, ഭയങ്കര ഉഷാറുള്ളവരായിരിക്കും, ഭയങ്കര എനർജി ആയിരിക്കും. ഓക്കെ. പക്ഷേ ഇത് എവിടെയെങ്കിലും സ്റ്റക്കായി തങ്ങി നിൽക്കുമ്പോൾ, സ്റ്റക്ക് ഇമോഷൻസ്, അപ്പോഴാണ് നമ്മുടെ ചക്രങ്ങളിൽ ബ്ലോക്ക് ഉണ്ടാകുന്നത്. ഓക്കെ. ഓരോ ചക്രങ്ങളിലുണ്ട് ഓരോ ഇമോഷൻസ് ഉണ്ട്. ഓക്കെ, നമുക്കതിനെക്കുറിച്ച് മനസ്സിലാക്കാം. ഓക്കെ. അപ്പോൾ എന്താണ് കേഴ്സ് ഇമോഷൻസ്? നമ്മുടെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ജീവിതത്തെ സെർവ് ചെയ്യാത്ത നമ്മളെ പുറകോട്ട് വലിക്കുന്ന വികാരങ്ങൾ, അല്ലേ? നമ്മളെ ഊർജ്ജത്തെ താഴേക്ക് വലിക്കുന്നതും ചക്രങ്ങളിലെ പ്രവാഹം തടസ്സപ്പെടുത്തുന്നതുമായ വികാരങ്ങൾ, ഇവയാണ് കേഴ്സ്. ഇവ ഭയത്തിൽ നിന്ന് ജനിക്കുന്ന, അതായത് ഭയം കൊണ്ടുണ്ടാവുന്ന സുരക്ഷിതത്വമില്ലായ്മ മൂലാധാര ചക്രത്തിലാണ്. ഭയവും സുരക്ഷിതത്വമില്ലായ്മയൊക്കെ മൂലാധാര ചക്രത്തിലാണ്. ഇനി കുറ്റബോധം, കഴിഞ്ഞ കാര്യങ്ങളിൽ ഓർത്ത് ശപിക്കുന്നത്, സ്വയം ഉള്ളുരുകി കുറ്റബോധം, കഴിഞ്ഞ കാലത്ത് ചെയ്ത തെറ്റുകളെക്കുറിച്ചൊക്കെ ഓർത്ത്, പറഞ്ഞതിനും ചെയ്തൊക്കെ കാര്യങ്ങളെക്കുറിച്ച് സ്വയം ഇങ്ങനെ ഉള്ളുരുകി ജീവിക്കാം, ശപിക്കാം. ഇത് ഒരു കേഴ്സ് ഇമോഷനാണ്. അത് സ്വാധിഷ്ഠാന ചക്രത്തിലാണ്. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ദേഷ്യമാണ്. അതായത് നമ്മുടെ ഉള്ളിൽ സമാധാനം നശിപ്പിക്കുന്നത് ദേഷ്യം, അത് മണിപ്പൂര ചക്രത്തിലാണ്. ഓക്കെ. പിന്നെ സങ്കടം, ഹൃദയത്തിലുള്ളതാണ് ആ ഫീലിംഗ്, ആ ഇമോഷൻ. ഹൃദയം നമ്മളെ കൊട്ടിയടയ്ക്കാൻ പ്രേരിപ്പിക്കും. അതായത് നമുക്ക് സ്നേഹം, നമുക്ക് ഒന്നിനും സന്തോഷിക്കാൻ തോന്നില്ല ആ ഒരു സങ്കടമുള്ളപ്പോൾ. അത് അനാഹത ചക്രത്തിലാണ് ആ ഒരു ഇമോഷൻ ഫീൽ ചെയ്യുക. ഇതിൻ്റെ റിസൾട്ട് എന്താ? നമ്മൾ തുടർച്ചയായിട്ട് ഈ ഒരു കേഴ്സ് ഇമോഷൻസ് അനുഭവിക്കുന്ന വഴി നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഒക്കെ രോഗങ്ങൾക്കും ജീവിത തടസ്സങ്ങൾക്കും ഒക്കെ കാരണമാകും. എന്തുകൊണ്ടാണ്? നമ്മൾ ഒരു ഇമോഷനിലാണ്. അപ്പോൾ ഞാനിപ്പോൾ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഓരോ ദിവസവും ഓരോ നിമിഷവും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കും. നമുക്ക് മറ്റുള്ളവരെ പോലെ ഒന്നിലും നമുക്ക് സന്തോഷിക്കാൻ പറ്റില്ല. എത്ര സന്തോഷത്തിലുള്ള വ്യക്തികളുടെ കൂട്ടത്തിലായാലും, എത്ര സന്തോഷമുള്ള സാഹചര്യത്തിലായാലും, ചിലരെ കണ്ടിട്ടില്ലേ, അവർ ഒഴിഞ്ഞു മാറി നിൽക്കുക. അവർക്ക് സന്തോഷിക്കാനോ ഒന്നിനും കഴിയില്ല. അവർ ഒഴിഞ്ഞു മാറി നിൽക്കും. അവരൊരു സെപ്പറേറ്റ് ആയിരിക്കും. എന്തുകൊണ്ടത്? അതിലാണ് ജീവിക്കുന്നത്. ആ ഇമോഷൻ അവരെ ഭരിച്ചു കളഞ്ഞു. ഇമോഷൻ അവരെ കൺട്രോൾ ചെയ്തു. ഞാൻ ദേഷ്യക്കാരിയാണ്, ഞാൻ സങ്കടക്കാരിയാണ്. കണ്ടോ? മനസ്സിലായോ? ആ ഇമോഷനൊരു ഐഡൻറ്റിറ്റി ആക്കി അവർ മാറ്റിയെടുത്തു. സോ അവർക്ക് ചുറ്റുമുള്ളതൊന്നും കാണാനും കേൾക്കാനും ആസ്വദിക്കാനും ഈ ലൈഫ് എൻജോയ് ചെയ്യാനും ഒന്നും പറ്റില്ല. എപ്പോഴും ടെൻഷനായിരിക്കും, ഭയമായിരിക്കും, ദേഷ്യമായിരിക്കും, സങ്കടമായിരിക്കും, കുറ്റബോധമായിരിക്കും, നിരാശയായിരിക്കും. അങ്ങനെ അവർ ആ വികാരങ്ങളിലായിരിക്കും ജീവിക്കുന്നുണ്ടാവുക. ചിലരെ കണ്ടിട്ടില്ലേ, ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും എപ്പോഴും സന്തോഷത്തോടും ഭയങ്കര ക്യൂരിയോസിറ്റി, എക്സൈറ്റ്മെൻറ്റും ഒക്കെ കാണിച്ച്. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കും, നമുക്ക് കാണുമ്പോൾ തോന്നും. എന്നോടൊക്കെ ചോദിക്കാറുണ്ട് പലപ്പോഴും, എൻ്റെ പ്രശ്നങ്ങളൊക്കെ നേരിട്ട് അറിയാവുന്ന പലരും ചോദിക്കാറ്, സ്മിതയ്ക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും ചിരിച്ചും കളിച്ചൊക്കെ നടക്കാൻ പറ്റുന്നത്? ഇങ്ങനെ നമ്മുടെ ഉള്ളിലും ഒരു കടലിങ്ങനെ ആർത്തെഴുമ്പുന്ന പോലെ സങ്കടവും ഒക്കെ വരുന്നുണ്ടായിരിക്കും. പക്ഷെ പുറത്തേക്ക് നമ്മൾ ഭയങ്കര സന്തോഷത്തിലും ഭയങ്കര ഹാപ്പി ആയിരിക്കും. അത് അഭിനയമൊന്നുമല്ല ആക്ച്വലി. അത് നമ്മളങ്ങനെ ആയിപ്പോകുന്നതാണ്. നമ്മളങ്ങനെ ആദ്യം, ഞാൻ നേരത്തെ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്, എന്നോട് ഒരാൾ ചോദിച്ചത്, സ്മിത എന്ന് പേരും ഉണ്ട്, പക്ഷെ സ്മിത ഭയങ്കര എപ്പോഴും സ്മിത കാണുമ്പോഴൊക്കെ ഭയങ്കര ദേഷ്യമാണല്ലോ, ഭയങ്കര ഫ്രസ്ട്രേഷനാണല്ലോ, എന്താ അത് പേര് സ്മിത എന്നും? സ്മിത എന്ന് വെച്ചാൽ എന്താ? പുഞ്ചിരിക്കുന്നവൾ, ചിരിക്കുന്നവൾ, അല്ലേ? നല്ല ഭംഗിയുള്ളൊരു നുണക്കുഴി തന്നിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഇമോഷൻ എന്തായിരുന്നു? എൻ്റെ ഐഡൻറ്റിറ്റി എന്തായിരുന്നു? ദേഷ്യക്കാരി, അഹങ്കാരി, തൻ്റേടി, ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു ഐഡൻറ്റിറ്റി. ഒരു കാലത്ത് എന്നെ അറിയുന്നവർ ഇത് യൂട്യൂബ് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും.
ഞാൻ എൻ്റെ ആ ഒരു ഇമോഷൻ, പക്ഷെ ഞാൻ ഭയങ്കര സ്നേഹമുള്ള ആളായിരുന്നു, ഭയങ്കര തമാശക്കാരിയായിരുന്നു, ഭയങ്കര ഫണ്ണി പേഴ്സണാണ് ഞാൻ, ഭയങ്കര തമാശ, ഭയങ്കര ഫ്രണ്ട്ലി ആണ്, ഭയങ്കര ലവിങ് ആണ്. പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെയാണ്. ഒരു കാലത്ത് ഞാൻ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. അത് ഞാൻ റിയലൈസ് ചെയ്തു. അന്നത്തെ ആ ഒരു അമ്മയുടെ ഒരു ചോദ്യം എനിക്ക് ഭയങ്കരമായിട്ട് കൊണ്ടു. അത് ഞാൻ ഉള്ളിലിട്ട് ഇങ്ങനെ പാല് കടയുന്ന പോലെ കടഞ്ഞ് 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 എടുത്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, യെസ്, ഞാൻ ഉള്ളിൽ എന്തൊക്കെയാണോ ഞാൻ ഉള്ളിലിട്ട് ആഹ്, കറക്കി 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 കൊണ്ടിരിക്കുന്നത്, ആ ഇമോഷനാണ് എൻ്റെ പുറത്തുണ്ടാവുക. അപ്പോൾ ആദ്യം നമ്മൾ ഉള്ളിൽ വരണം. സോ പുറത്തേക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. ഓക്കെ. അപ്പോൾ അതാണ് ബ്ലെസ്സിങ് ഇമോഷൻസ് നമ്മുടെ. അതായത് നമ്മുടെ അനുഗ്രഹങ്ങളായി മാറുന്ന വികാരങ്ങൾ, നമ്മുടെ ഊർജ്ജത്തെ ഉയർത്തുന്നതും ഹൈ വൈബ്രേഷനെ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും, ക്യൂരിയസ് ആയി. കുട്ടികളെ കണ്ടിട്ടില്ലേ, അവർ ഭയങ്കര എക്സൈറ്റഡ് അല്ലേ? അങ്ങനെ ആ അത്തരം ഒരു വികാരങ്ങളായിരിക്കും നമുക്ക്. ഓക്കെ. അപ്പൊ അത് സ്നേഹത്തിൽ നിന്ന് ജനിക്കുന്നത്. അതായത് നമുക്ക് നമ്മളോട് തന്നെ ഒരു സ്നേഹം ഉണ്ടായിരിക്കും. നമ്മളോട് സ്നേഹം ഉണ്ടെങ്കിലല്ലേ നമ്മൾ നേരെയാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുള്ളൂ, അല്ലേ? നമ്മോട് തന്നെ സ്നേഹം ഉണ്ടായിരിക്കും. നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും അവരെ അംഗീകരിക്കാനും പറ്റും നമുക്ക്. അപ്പോൾ അവരോടുള്ള വെറുപ്പ്, വിദ്വേഷം, ഇതൊന്നും ഉണ്ടാവില്ല. അസൂയ, കുശുമ്പ്, പക, ഈ വക ഇമോഷൻസ് ഒന്നും ഉണ്ടാവില്ല. എന്തുകൊണ്ടാ? നമ്മൾ ആ വ്യക്തിനെ, ആ സാഹചര്യത്തിനെ നമ്മൾ ഉൾക്കൊണ്ടു, ഹൃദയത്തിൽ ഉൾക്കൊണ്ടു. സോ നമുക്കത് ആ ഇമോഷൻസ് ഉണ്ടാവില്ല. പതിയെ പതിയെ നമ്മുടെ ഉള്ളിൽ നിന്ന് അതൊക്കെ പോവും. ഒരു നിമിഷം നമുക്ക് ദേഷ്യവും സങ്കടമൊക്കെ ഓരോരോ സാഹചര്യങ്ങളിൽ തോന്നുമെങ്കിലും നമുക്കതിനെയൊക്കെ മറികടക്കാൻ പറ്റും. നെക്സ്റ്റ് നെക്സ്റ്റ് സ്റ്റേറ്റിൽ നമുക്കത് തിരിച്ച് നമ്മുടെ ഇന്നർ സെൽഫിൽ നമുക്ക് ഇന്നർ ഇമോഷൻ നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. ഓക്കെ. ചിലപ്പോൾ ഇപ്പോഴും ഞാൻ സാഹചര്യം എനിക്ക് ദേഷ്യപ്പെടേണ്ടി വരാറുണ്ട്. തീരെ ദേഷ്യമില്ലാന്നൊന്നുമില്ല. ദേഷ്യപ്പെടേണ്ടടുത്ത് ദേഷ്യപ്പെടാനും സങ്കടം വന്നാൽ കഴിയാനും എല്ലാം സാധിക്കണം. അങ്ങനെ സാധിക്കും. അത് ആ ഒരു ട്രെയിനിങ് നമ്മുടെ മനസ്സിനെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. ഓക്കെ. ഇനി അത് ഉണ്ടാവാനായിട്ട് നമുക്ക് ആദ്യം എന്താ വേണ്ടതെന്നറിയോ? ഗ്രാറ്റിറ്റ്യൂഡ്, കൃതജ്ഞത. ഉള്ള കാര്യങ്ങൾ നന്ദി പറയാം. നമ്മൾ സഹായിച്ച കഥകൾ ഓർക്കുക. നമുക്ക് സഹായം കിട്ടിയ കഥകൾ, സ്നേഹം കിട്ടിയ കഥകൾ, സംരക്ഷണം കിട്ടിയ കഥകൾ, അങ്ങനെ ബ്ലെസ്സിങ് സ്റ്റോറീസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഈ ഇമോഷൻസ് ഉണ്ടാവും. കരുണ, നമുക്ക് മറ്റുള്ളവരോട് നമ്മോട് തന്നെ തോന്നുന്ന ഒരു ആഹ് കരുണ, എംപതറ്റിക് മൈൻഡ്. ജോയ്, ആഹ്ലാദം, ആനന്ദം. അതായത് ഏഹ് നമുക്ക് നമ്മളെ മനസ്സിലാവുമ്പോൾ, നമ്മുടെ ജീവിതം എന്താണെന്ന് മനസ്സിലാവുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു കഴിവിലും, ഈശ്വരൻ തന്ന ആ കഴിവിലും ആ ടാലൻസിലൊക്കെ നമ്മൾ മുഴുകി ജീവിക്കും. ഇപ്പം ഞാൻ ഞാൻ ചെയ്യാറുള്ളത്, അതായത് എനിക്ക് സങ്കടവും ദേഷ്യമൊക്കെ വരും. പക്ഷെ എനിക്ക് ഈശ്വരൻ തന്ന പാട്ട് പാടാനുള്ള കഴിവ്, ഡാൻസ് ചെയ്യാനുള്ള കഴിവ്, മറ്റുള്ളവരോട് സ്നേഹത്തോട് കൂടി സംസാരിക്കുമ്പോൾ, മറ്റുള്ളവരോട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരുടെ കൂട്ടത്തിൽ ചേർന്ന് ഇങ്ങനെ സംസാരിച്ച് പോകുമ്പോൾ എൻ്റെ ദുഃഖങ്ങൾ, എൻ്റെ സന്തോഷങ്ങൾ, എൻ്റെ ഇതൊക്കെ മറക്കും. എൻ്റെ വിഷമങ്ങളെല്ലാം ഞാൻ മറക്കും. എൻ്റെ എൻ്റെ ഒരു മെഡിറ്റേഷനാണ് ഡാൻസും പാട്ടൊക്കെ. ഞാൻ തന്നെത്താനെ ഇരുന്ന് പാട്ട് പാടി നടക്കും, ഞാൻ ഡാൻസ് ചെയ്ത് നടക്കും, ബുക്ക് വായിക്കും. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അറിയാലോ, നമുക്ക് ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ സ്റ്റക്കായി നിൽക്കാമെന്ന് വിചാരിക്കും. അതിൽ നിന്ന് പുറത്തിറങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച് അതിൽ മുഴുകണം. അപ്പൊ എനിക്ക് സങ്കടം വരുന്നൊരു കഥ ഓർമ്മയുണ്ട്. ഒരു അവസരം ഓർമ്മ വന്നു. ഞാൻ ഇപ്പൊ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ജീവിക്കുന്നത് വിചാരിക്കൂ. നമുക്കതിനെ മാറ്റിയെടുക്കണ്ടേ? നമ്മൾ അതിൽ തന്നെ ജീവിച്ചു പോയിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യണം? ആ സങ്കടം തോന്നുന്ന ആ സിറ്റുവേഷനിൽ നിന്ന്, ആ കഥയിൽ നിന്ന് നമ്മളെ പതുക്കെ വലിച്ചെടുത്തിട്ട് സന്തോഷം തോന്നുന്ന, ഉള്ളിൽ സമാധാനം തോന്നുന്ന കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ മാറ്റിയെടുക്കാം. മനസ്സ് മാത്രമല്ല, ശരീരവും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഡാൻസ് കളിക്കുക, പാട്ട് പാടുക, പുറത്തെ ആ കൂട്ടത്തിൽ കൂടി ഇങ്ങനെ വർത്തമാനം പറയുക, അല്ലെങ്കിൽ ആരെങ്കിലും നല്ലൊരു ഫ്രണ്ടിനെ വിളിച്ചിങ്ങനെ സംസാരിക്കുക, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല നല്ല ബുക്കുകൾ വായിക്കുക, അല്ലെങ്കിൽ നല്ല നല്ല പാട്ടുകൾ കേൾക്കുക, പാടാൻ തോന്നുന്നത് പാടുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു ഇമോഷനിൽ നിന്ന് നമുക്ക് പുറത്ത് കടക്കാൻ പറ്റും. ഓക്കെ. അതൊക്കെ ഓരോരോ ടൂൾസുകളാണ്. ഓക്കെ. പിന്നെ നമ്മുടെ മനസ്സിൽ സമാധാനം ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഇമോഷൻസ് സ്വാഭാവികമായിട്ടും നമ്മൾ സപ്രസ് ചെയ്ത് വെക്കുകയല്ല ചെയ്യുന്നത്. അതിനെ നമ്മൾ റിലീസ് ചെയ്യുക, ഉള്ളിൽ നിന്ന് റിലീസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ എന്തായിരിക്കും? ഈ ബ്ലെസ്സിങ് ഇമോഷൻസ് നമ്മൾ
നമുക്ക് അനുഭവിക്കുമ്പോൾ നമ്മുടെ ഇന്നർ സെൽഫ്, നമ്മുടെ ഉള്ള്, മനസ്സ് ആഹ് ഭയങ്കര എനർജി ആയിരിക്കും, ഭയങ്കര ശാന്തതയായിരിക്കും. നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഓക്കെ. ലോ ഓഫ് അട്രാക്ഷൻ സംഭവിക്കുന്നത് അവിടെയാണ്. നമ്മൾ എന്തുകൊണ്ട് ലോ ഓഫ് അട്രാക്ഷൻ സംഭവിക്കുന്നില്ല എന്ന് പറയുന്നു? നമ്മൾ പുറത്തേക്ക് കുറേ അഫർമേഷൻ, കുറേ ഡിക്ലറേഷൻ, കുറേ കാര്യങ്ങളൊക്കെ ചെയ്യും, മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നു. പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഇന്നർ സെൽഫ്, നമ്മുടെ ഉള്ളിലുള്ള ഇമോഷൻ ചിലപ്പോൾ പകയായിരിക്കാം, ചിലപ്പോൾ ദേഷ്യമായിരിക്കാം, അസൂയായിരിക്കാം, കുറ്റബോധമായിരിക്കാം, നിരാശയായിരിക്കാം. അവർക്ക് കിട്ടിയ ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. എന്നേക്കാൾ കഴിവ് കുറഞ്ഞ ആൾക്കാരുമായിരുന്നു ഒരുപാട് പൈസ ഉണ്ടാക്കുന്നു, പ്രശസ്തി ഉണ്ടാവുന്നു, ഒരുപാട് അറിവ് നേടുന്നു, ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അവർ ജീവിതത്തിൽ നേടിയെടുക്കുന്നു, സക്സസ് ആവുന്നു. പക്ഷെ എനിക്ക് സാധിക്കുന്നില്ല. എനിക്ക് മാത്രമല്ല, എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഉണ്ടാവും, അല്ലേ? ആ ഒരു ഫീലിംഗ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ദേഷ്യം വരും, നമ്മളോട് തന്നെ ഒരു വെറുപ്പ് തോന്നും, എന്താ പറയുക, നീരസം തോന്നും, ദേഷ്യം തോന്നും, അസൂയ തോന്നും, ഇതെല്ലാം തോന്നും നമുക്ക്. മനുഷ്യനല്ലേ, എല്ലാം ഉണ്ടാവും. പക്ഷെ നമ്മളതിന് അവെയർ ആവണം. എന്തുകൊണ്ട് എനിക്ക് നിരാശ, എന്തുകൊണ്ട് എനിക്ക് കുറ്റബോധം, എന്തുകൊണ്ട് എനിക്ക് അസൂയ, എന്തുകൊണ്ട് എനിക്ക് ദേഷ്യം വരുന്നു, എന്തുകൊണ്ട് എന്തുകൊണ്ട് ആ ഒരു വികാരത്തിന് പുറകിൽ ഒരു കഥയുണ്ടാവും, ഒരു വിശ്വാസം ഉണ്ടാവും. നമ്മുടെ ഡ്രൈവിനനുസരിച്ചായിരിക്കില്ല നമ്മൾ ജീവിക്കുന്നുണ്ടാവുക. അതുകൊണ്ടാണ് നമുക്ക് ആ ഇമോഷൻസ്. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഒരു അതൊന്ന്, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വേറെ. നമ്മുടെ വാല്യൂ ഒന്നായിരിക്കും, നമ്മുടെ വാല്യൂ സ്നേഹമായിരിക്കും. പക്ഷെ നമ്മളിപ്പോൾ ജീവിക്കുന്നത് പൈസയ്ക്ക് വേണ്ടിയായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മളിപ്പോൾ ജീവിക്കുന്നത് വേറൊരു തരത്തിലായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഈ ഇമോഷൻസ് ഒക്കെ വരുന്നത്, സ്വാഭാവികമാണ്. സോ നമുക്കപ്പം ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഇതിനെല്ലാം അവെയർ ആവുക എന്നുള്ളത്. ഞാനിപ്പോൾ ഓരോ ചക്രങ്ങളിലുള്ള ഇമോഷൻസിനെ കുറിച്ച് പറയാം. ബ്ലെസ്സിങ് ആയാലും കേഴ്സ് ആയാലും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുമായി കണക്ട് ചെയ്യുന്ന, നിങ്ങളുമായി റെസൊനേറ്റ് ചെയ്യുന്ന ഇമോഷൻസ് നിങ്ങൾക്ക് എഴുതി വയ്ക്കാം, ബുക്കിൽ എഴുതി വയ്ക്കാം. ഓക്കെ. അങ്ങനെ എഴുതി വയ്ക്കുമ്പോൾ നിങ്ങൾക്കത് എങ്ങനെയാണ്, ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് പറയാൻ പോകുന്നത്, അതിനെ എങ്ങനെ പിടിച്ച് നമുക്ക് ബ്ലെസ്സിങ് ആക്കി മാറ്റാം, കേഴ്സ് ഇമോഷൻസിനെ എങ്ങനെ ബ്ലെസ്സിങ് ആക്കി മാറ്റാം, എന്തൊക്കെ ചെയ്യാം, അങ്ങനെ അത് പറയുമ്പോൾ നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റും. ഓക്കെ. നമ്മളിവിടെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നുണ്ട് 7 ചക്ര പ്രാക്ടീസ് ജേർണിയിൽ നമ്മൾ ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അവിടെ 7 ഹീലിംഗ് ടൂൾസ് ഉണ്ട്. ഡാൻസ്, പാട്ട്, ജേർണലിംഗ്, മെഡിറ്റേഷൻ, ബ്രെത്ത് വർക്ക്, സെക്ഷൽ എനർജീനെ എങ്ങനെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാം, അതിനെ എങ്ങനെ എനർജൈസ് ചെയ്യാം, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. യോഗ പോസസ്, അങ്ങനെ ഒരു 7 ഹീലിംഗ് ടൂൾസിലൂടെ നമ്മളിങ്ങനെ കടത്തി വിടുന്നുണ്ട്. ഓക്കെ. ഈ സൈക്കോ സബ് കോൺഷ്യസ് മൈൻഡും ചക്രയും തമ്മിലുള്ള നമ്മൾ ഇതിനെ കോർത്തിണക്കിക്കൊണ്ട് പ്രാക്ടീസസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് നോട്ട് ചെയ്യാം, നിങ്ങളുടെ ബുക്കിൽ ഞാൻ പറയുന്നതോടൊപ്പം തന്നെ നോട്ട് ചെയ്യാം. ഓക്കെ. ആദ്യമായിട്ട് വരുന്നത് മൂലാധാര ചക്രത്തിലാണ്, റൂട്ട് ചക്രയിലാണ്. റൂട്ട് ചക്ര എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഫൗണ്ടേഷനാണ്, നിലനിൽപ്പിൻ്റെ കേന്ദ്രമാണ്. ഓക്കെ. അത് നമ്മുടെ ഭൂമിയുമായി നമ്മെ ബന്ധിപ്പിക്കുന്ന ഒരു ചക്രമാണ് റൂട്ട് ചക്ര. വേരുകൾ, നമ്മുടെ ജീവിതത്തിൻ്റെ വേരുകൾ എത്ര താഴ്ന്നതാണോ അത്രയും നമ്മൾ സ്ട്രോങ് ആവും, അല്ലേ? അവിടുത്തെ കേഴ്സ് ഇമോഷൻസ് എന്ന് പറയുന്നത് ഭയമാണ്, പേടി, ഭയം, സുരക്ഷിതത്വമില്ലായ്മ, നമ്മൾ സേഫ് ആണോ സെക്യൂർ ആണോ എന്ന് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും. പിന്നെ നാളെക്കുറിച്ച്, ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഉത്കണ്ഠ, ഇതൊക്കെ വേണം കേട്ടോ. ഭയം വേണം, ടെൻഷൻ വേണം, ഉത്കണ്ഠ എല്ലാം വേണം. പക്ഷെ അതിര് കവിഞ്ഞതായിരിക്കും, അതിര് വിട്ടതെന്ന് അറിയില്ലേ, കൂടുതലായിരിക്കും. ആവശ്യമില്ലാതെ ഭയക്കുക, അനാവശ്യമായി ഭയക്കുക, അനാവശ്യമായി ടെൻഷൻ അടിക്കുക. ഓക്കെ. എപ്പോഴും എന്തിനൊക്കെയോ ഭയപ്പെടുന്നൊരവസ്ഥ. നമുക്കത് കൺട്രോൾ ചെയ്യാൻ, നമ്മുടെ കൺട്രോളിലല്ല ആ ഭയം എന്നുള്ളത്, നമ്മുടെ കൺട്രോളല്ലാത്തൊരവസ്ഥ. ഓക്കെ. അങ്ങനൊരു അവസ്ഥയാണ് കേഴ്സ് ഇമോഷൻസ് വരിക. റൂട്ട് ചക്രയിലുള്ള ബ്ലെസ്സിങ് ഇമോഷൻസ് എന്ന് പറയുന്നത് സുരക്ഷിതത്വം, ധൈര്യം, പ്രതിസന്ധികൾ നേരിടാനുള്ള ശക്തി വരും, റൂട്ട് ചക്രയിലുള്ളതാണ്. ഓക്കെ. നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അത് നേരിടാനുള്ള ഒരു പവർ ഉണ്ടാവും. പിന്നെ സ്ഥിരത, സ്റ്റെബിലിറ്റി, ഭൂമി, നമ്മൾ ഗ്രൗണ്ടഡ് ആണ്. ഞാൻ എന്താ പ്രപഞ്ചത്തിൻ്റെ സംരക്ഷണയിലാണ് എന്നുള്ളൊരു വിശ്വാസം, നമുക്ക് ആ ഒരു ഫെയ്ത്ത്, കുറച്ച് വിശ്വാസം ഉണ്ടാവും, ആത്മവിശ്വാസം ഉണ്ടാവും നമ്മളിൽ തന്നെ. ഫസ്റ്റ് നമ്മളിൽ തന്നെ വിശ്വാസം ഉണ്ടായാലേ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ വിശ്വസിക്കാൻ സാധിക്കുള്ളൂ,
അല്ലെങ്കിൽ നമ്മൾ ചുറ്റുമുള്ളതിലും നമുക്ക് ചുറ്റുമുള്ളതിലും നമുക്ക് വിശ്വാസം ഉണ്ടാവില്ല, സംശയം ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സ്വാധിഷ്ഠാന ചക്രത്തിലാണ്. സ്വാധിഷ്ഠാന ചക്ര അത് സ്വാധിഷ്ഠാന ചക്രം എന്ന് പറയുന്നത് വികാരങ്ങളുടെ ഒരു കടലാണ്. വെള്ളമാണ് അവിടുത്തെ തത്വം. ഓക്കെ, ഒരു കടലാണ്. അപ്പോൾ അവിടെ നമ്മുടെ ക്രിയേറ്റിവിറ്റി, സർഗാത്മകത, വികാരങ്ങൾ, ഇമോഷൻസിന്റെ കേന്ദ്രമാണ് സാക്രൽ ചക്രം. അവിടെ കേഴ്സ് ഇമോഷൻസ് എന്ന് പറയുന്നത് കുറ്റബോധം. അതായത് നമ്മുടെ പഴയ കാര്യങ്ങൾ ഓർത്ത് നമ്മൾ സ്വയം പഴിക്കുക. നമ്മൾ സന്തോഷിച്ചിട്ടുണ്ടാവും. നമുക്കൊരു പഴഞ്ചൊല്ലുണ്ട്, അതായത് എന്താ, നമ്മൾ ഒരുപാട് ചിരിക്കുമ്പോൾ നമ്മുടെ പണ്ടത്തെ ആൾക്കാർ ഒരുപാട് ചിരിക്കണ്ട, കരയും എന്ന് പറയും അല്ലേ. അപ്പൊ നമുക്ക് എനിക്കൊക്കെ ഞാനൊക്കെ അനുഭവിച്ചിട്ടാണ്, ഞാൻ മാത്രമൊന്നുമല്ല, നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. അതായത് നിങ്ങൾ ഒരുപാട് പൊട്ടിച്ചിരിച്ച് പറയുമ്പോൾ ആരെങ്കിലും മുതിർന്ന ആൾക്കാർ പറയും ഒരുപാട് ചിരിക്കണ്ട, കരയാനുള്ള സാധ്യതയുണ്ടെന്ന് പറയും. അപ്പൊ നമുക്ക് ആ ചിരിച്ച വായ നമ്മളെ അടയ്ക്കും. പേടിയാണ് നമുക്ക്, ഒരുപാട് ചിരിക്കാൻ പേടിയാണ്. സന്തോഷിച്ചു കഴിഞ്ഞാൽ അപ്പം എന്തോ എവിടുന്നോ അടുത്ത ദുഃഖം വരും. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഒരു ഉയർച്ചയ്ക്ക് താഴ്ചയുണ്ടാവും, ഒരു സന്തോഷത്തിന് സങ്കടം ഉണ്ടാവും, നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരുപാട് സന്തോഷിക്കുമ്പോൾ എന്തായാലും നെക്സ്റ്റ് നമുക്ക് സങ്കടം ഉണ്ടാവും എന്നുള്ളൊരു ബിലീഫ്, അന്ധവിശ്വാസം, അത് നമ്മുടെ പരമ്പരകളായി നമുക്ക് തലമുറകളായി കൈമാറി വന്നിട്ടുള്ള വിശ്വാസമാണ് അല്ലേ. സന്തോഷിക്കുക, ആ സന്തോഷത്തെ ഓർത്ത് നമ്മൾ കുറ്റബോധം തോന്നേണ്ട ഒരു ആവശ്യം. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക, മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ആസ്വദിക്കുക, അതിനുവേണ്ടി സമയം കണ്ടെത്തുക. ഇതിനൊന്നും നമ്മൾ കുറ്റബോധം തോന്നേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, പിന്നെ ലജ്ജ, ഷെയിം, നാണക്കേട്, അതായത് നമ്മളെ സ്വയം കുറച്ച് കാണുന്നൊരവസ്ഥ, നമ്മൾ ഒന്നും കൊള്ളില്ല, അത് നമ്മളെ മറ്റുള്ളവർ അംഗീകരിക്കുമോ, അങ്ങനെയൊക്കെയുള്ള പേടികൾ. ഓക്കെ, നാണക്കേട്, നമുക്ക് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, നമുക്ക് നമ്മൾ സ്വയം ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞ് നിൽക്കും. എല്ലായിടത്തുനിന്നും ആൾക്കൂട്ടത്തിൽ നിന്നായാലും നമ്മളെ സ്വയം പ്രകടിപ്പിക്കാതെ നമ്മൾ ഒഴിഞ്ഞു നിൽക്കും. ഞാനും അത് ചെയ്തിട്ടുള്ളതാണ്. പാട്ടും ഡാൻസും ഒക്കെ എൻ്റെ ജീവനാന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടിയും ഞാൻ അതെല്ലാം മാറ്റി വെച്ച് ഞാൻ എന്നിലേക്ക് ഇങ്ങനെ ഒതുങ്ങി ഒതുങ്ങി എന്നിലേക്ക് ഒതുങ്ങുക എന്ന് പറയുമ്പോൾ അത് നല്ല സന്തോഷത്തോടു കൂടിയുള്ള ഒതുങ്ങലൊന്നുമല്ല കേട്ടോ. സ്വയം കുറ്റപ്പെടുത്തി, സ്വയം പഴിചാരി, സ്വയം മറ്റുള്ളവരുടെ മുമ്പിലേക്ക് നാണക്കേടായിരുന്നു, ഭയങ്കര നാണക്കേടായിരുന്നു എനിക്ക്. ഞാൻ അങ്ങനെയൊന്നും ആയിരുന്നില്ല, കുറേ നാൾ ഞാൻ അങ്ങനെ ജീവിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ആവരുത്. ഇനി ചക്രയിലുള്ള ബ്ലെസ്സിങ് ഇമോഷൻസ് ഒക്കെ നാം പറയാം. അതായത് സന്തോഷം, ജീവിതത്തിലെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും ആനന്ദം കണ്ടെത്തുക, സന്തോഷം കണ്ടെത്തുക. ക്രിയേറ്റിവിറ്റി, പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ആവേശം. നമ്മുടെ ജീവിതത്തിൽ എത്ര പാഷനേറ്റാണ്, നമുക്ക് ഒരുപാട് സ്കിൽസ് ആൻഡ് ടാലൻസ് ഉണ്ടല്ലോ, അതൊക്കെ പ്രകടിപ്പിക്കാനുള്ളൊരു ത്വര നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും, ഒരു ഡ്രൈവ് ഉണ്ടായിരിക്കും. ഇനി മൂന്നാമത്തെ ചക്രത്തിൽ വരുന്നത് മണിപ്പൂര ചക്രം, നമ്മുടെ ശക്തിയുടെ കേന്ദ്രമാണത്. നമ്മുടെ ഇച്ഛാശക്തിയും ആത്മവിദ്യ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ സെൽഫിനെ കുറിച്ചുള്ള ഒരു അറിവ്, ഇച്ഛാശക്തി, നമ്മുടെ പവർഫുൾ, നമ്മുടെ ഇച്ഛാശക്തി, നമ്മുടെ ആത്മവിശ്വാസം, യെസ്, അത് ഇവിടെയാണ്, മണിപ്പൂര ചക്രത്തിലാണ്. ഓക്കെ, കേഴ്സ് ഇമോഷൻസ് പറയുന്നത് ലജ്ജ, ദേഷ്യം വരും, ഭയങ്കര നിയന്ത്രണം ഇല്ലാത്തൊരു ദേഷ്യം വരും, കയ്യും കാലൊക്കെ തരിച്ച് ഭയങ്കര ദേഷ്യം വരുന്ന ആ രോഷം അതുണ്ടാവും നമുക്ക്. സാധാരണ ദേഷ്യപ്പെടുന്നത് വേറെ, പക്ഷെ ഈ രോഷം നമ്മുടെ കൺട്രോളിലാവില്ല, ആ ദേഷ്യം നമ്മളെ ഭരിക്കുന്നുണ്ടായിരിക്കും. പിന്നെ അഹങ്കാരം, അഹംഭാവം, നമ്മൾ മറ്റുള്ളവരെക്കാൾ വലുതാണോ, നേരത്തെ പറഞ്ഞ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ്, ഇത് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ആയിരിക്കും. ഞാൻ വലുതാണെന്ന് ചിന്തിക്കുന്നത് മാത്രമല്ല, മറ്റുള്ളവരെ താഴ്ത്തി കാണാം, അവർ ചെറുതാണെന്നും കൂടെ വിചാരിക്കുക. അങ്ങനെ ഒരു കേഴ്സ് ഇമോഷനാണത്. ഓക്കെ, ബ്ലെസ്സിങ് ഇമോഷൻസ് ആണ് ആത്മവിശ്വാസം, ദൃഢനിശ്ചയം, ഡിറ്റർമിനേഷൻ, നമുക്കത് എന്തും ചെയ്യാനുള്ള ശക്തി, ഒരു ഇതൊക്കെ ഉണ്ടാവും. ലക്ഷ്യത്തിലേക്ക് കുതിക്കാനുള്ള ശക്തി, അതായത് ഇവിടെ വരുന്നത് അഗ്നിയാണ്, ബേണിംഗ് ഡിസയർ എന്ന് പറയും. ആ അഗ്നി, നേരത്തെ പറഞ്ഞത് സാക്രൽ ചക്ര ജലമായിരുന്നു, ഇവിടെ അഗ്നിയാണ്. ആ അഗ്നി ആളിക്കത്തും നമുക്ക് ജീവിതത്തിൽ ലക്ഷ്യം നേടിയെടുക്കാനുള്ളൊരു ത്വര, ആ ഒരു ബേണിംഗ് ഡിസയർ നമുക്കുണ്ടായിരിക്കും. ഇനി ശാന്തത, അതായത് നേരത്തെ പറഞ്ഞ അഹങ്കാരം എന്നുള്ളത് ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് സെൽഫ് വർത്ത്, നമുക്ക് അഭിമാനം ഉണ്ടായിരിക്കും. യെസ്, എനിക്ക് എൻ്റെ കഴിവുകളെ കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട്, നല്ല ബോധ്യം ഉണ്ടായിരിക്കും.
സോ ഞാൻ വാല്യൂ ഉള്ളവനാണെന്നുള്ള തിരിച്ചറിവുണ്ടായിരിക്കും. ഓക്കെ. ദെൻ ഇനി അനാഹത ചക്രത്തിൽ എന്തൊക്കെയാണെന്നുള്ളത്, സ്നേഹത്തിന്റെ കേന്ദ്രമാണ് അനാഹത ചക്രം. അപ്പോൾ നമ്മുടെ താഴെയുള്ളത് 3 ചക്രങ്ങൾ ഭൗതിക ചക്രങ്ങൾ, അതായത് നമ്മുടെ ജീവിതത്തോടു കൂടി ഈ ജീവിതമായി ബന്ധിപ്പിക്കുന്ന ചക്രങ്ങൾ. ഇനി മേലെയുള്ള സ്പിരിച്വൽ, നമ്മുടെ പ്രപഞ്ച ഊർജത്തെ ബന്ധിപ്പിക്കുന്ന ചക്രങ്ങൾ തമ്മിലുള്ള ബന്ധിപ്പിക്കുന്ന ഒരു ചക്രമാണ് ഹാർട്ട്. താഴെയുള്ള 3 ചക്രങ്ങളും മേലെയുള്ള 3 ചക്രം കൂടി അലൈൻഡ് ആവുന്ന സെന്റർ ഹാർട്ട് സെന്റർ ആണ്. ഓക്കെ. അവിടെയുള്ള ബ്ലെസ്സിങ് കേഴ്സ് ഇമോഷൻ ഫസ്റ്റ് പറയാം. കേഴ്സ് ഇമോഷൻ എന്ന് പറയുന്നത് സങ്കടമാണ്. ഓക്കെ. സങ്കടം എന്തുകൊണ്ടാണ് നമുക്ക് സങ്കടം വരുന്നത്? നമ്മളെ മനസ്സിലാക്കുന്നില്ലാത്ത, നമ്മുടെ സ്നേഹം നിരസിക്കപ്പെട്ടതോർത്ത്, നഷ്ടങ്ങളെ കുറിച്ചോർത്ത് ഹൃദയം വേദനിക്കുന്നത്. ഇനി വെറുപ്പ്, അതായത് മറ്റുള്ളവരോടുള്ള വിദ്വേഷം. നമ്മുടെ സ്നേഹം മറ്റുള്ളവരെ റിജക്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ദേഷ്യം വരും, അല്ലേ? നമ്മളെ അംഗീകരിക്കാതിരിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും. ഇനി അവിടെ വരുന്ന ബ്ലെസ്സിങ് ഇമോഷൻസ് എന്താണ്? സ്നേഹം, കരുണ, കമ്പാഷൻ, നമുക്ക് നമ്മളോടും മറ്റുള്ളവരോടും തോന്നുന്ന ഒരു ദയ, കാരുണ്യം, കൃതജ്ഞത, നന്ദി, എല്ലാറ്റിനോടും നന്ദി തോന്നുന്ന ഒരവസ്ഥ, നല്ലതിനോടും ചീത്തയോടും ഒക്കെ. ഇനി then വരുന്നത് വിശുദ്ധി ചക്രമാണ്. നമ്മുടെ ആന്തരിക സത്യങ്ങൾ പുറത്തു പറയാനുള്ളൊരു കേന്ദ്രം. നമ്മൾ എന്താണോ എന്നുള്ളത് സെൽഫ് എക്സ്പ്രഷൻ. ഓക്കെ. അപ്പോൾ അവിടെ വരുന്ന കേഴ്സ് ഇമോഷൻസ് എന്ന് പറയുന്നത് നോട്ട് ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. സ്പീഡ് കൂടി പോകുന്നുണ്ടെങ്കിൽ സ്പീഡ് കുറച്ചൊന്ന് കേൾക്കാം. കേഴ്സ് ഇമോഷൻ എന്ന് പറയുന്നത് ക്രിട്ടിസൈസ്, നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയും, ജഡ്ജ് ചെയ്യും നമ്മൾ. പിന്നെ നമ്മൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് പേടിച്ചിട്ട് നമ്മളെ എക്സ്പ്രസ് ചെയ്യാതിരിക്കുക. ഓക്കെ. ദെൻ അപകർഷതാബോധം, എൻ്റെ ശബ്ദത്തിൽ എൻ്റെ ഇന്നർ സെൽഫിന് ഒരു വിലയില്ല എന്ന് തോന്നുന്നു നമ്മൾ, അതുകൊണ്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യില്ല. വിശ്വാസമില്ലായ്മ, മറ്റുള്ളവരെ വിശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട്. എന്തുകൊണ്ടാണ്? നമുക്ക് നമ്മളിൽ വിശ്വാസമില്ല, പിന്നെ എങ്ങനെ നമ്മൾ മറ്റുള്ളവരെ വിശ്വസിക്കും? അതിനുള്ള സാഹചര്യങ്ങളും വ്യക്തികളും നമ്മുടെ മുന്നിലേക്ക് പിന്നെയും ലൂപ്പ് കണക്കെ ഇങ്ങനെ വരും. എന്ന് നമ്മൾ നമ്മളെ വിശ്വസിക്കുന്നു, നമ്മളെ സെൽഫ് എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ ധൈര്യം കാട്ടുന്നു, അന്ന് ഈ ലൂപ്പ് പൊട്ടും. ഇനി അവിടെയുള്ള ബ്ലെസ്സിങ് ഇമോഷൻസ് നോക്കാം നമുക്ക്. അനുഗ്രഹം, അതായത് ആത്മവിശ്വാസം, ഞാൻ ആരാണോ എന്ന് തുറന്നു പറയാനുള്ള ഒരു ധൈര്യം നമുക്ക് വരും. സത്യസന്ധത ഉണ്ടാവും, നമ്മൾ വാക്കുകളിൽ ക്ലാരിറ്റി ഉണ്ടാവും, സത്യം, നമ്മൾ സത്യസന്ധമായി പെരുമാറാനും പറയാനും പഠിക്കും. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരും, നമുക്ക് അഭിനയം ഉണ്ടാവില്ല. ദെൻ നമുക്ക് ക്രിയേറ്റിവിറ്റി, ഒരു ആനന്ദം, അതായത് നമ്മുടെ പാട്ടിലൂടെയോ സംസാരത്തിലൂടെയോ. ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ പാടുമ്പോൾ സംസാരിക്കുമ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അത് വർദ്ധിക്കും. നമുക്കൊരു മടിയോ ലജ്ജയോ ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ സംസാരിക്കുക, പാട്ട് പാടുക എന്ന് പറയുമ്പോൾ സ്വയം നമ്മുടെ സെൽഫിനെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. ദെൻ നെക്സ്റ്റ് വരുന്നത് ആജ്ഞാചക്രം, തേർഡ്, കാഴ്ചപ്പാടുകളുടെ ഉൾക്കാഴ്ചയുടെ കേന്ദ്രം, തേർഡ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മുടെ ബ്ലെസ്സിങ് ഇമോഷൻ എന്ന് പറയുന്നത് കേഴ്സ് ഇമോഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് വരുന്നത് ആശങ്ക, കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥ, എവിടേക്ക് പോകണം, ഈ വഴി പോകണോ ആ വഴി പോകണോ, സംശയം, സെൽഫ് ഡൗട്ട്, നമ്മുടെ സ്വന്തം തീരുമാനങ്ങളെയും ഉൾവിളി, അതായത് ഇൻറ്റ്യൂഷൻ. നമ്മൾ ഓരോ സാഹചര്യത്തിലും നമുക്ക് ഇൻറ്റ്യൂഷൻ ഉണ്ടായിരിക്കും, പക്ഷെ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നമ്മൾ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാനും നമുക്ക് പറ്റി സാധിക്കില്ല. ഓക്കെ. ഭ്രമം, ഇല്യൂഷൻ, അതായത് യാഥാർത്ഥ്യമില്ലാത്ത കാര്യങ്ങൾ വിശ്വസിക്കുക. അതായത് നമുക്ക് കൺഫ്യൂഷനാവും. നമ്മൾ ഈ കൺഫ്യൂഷൻ്റെ പുറത്ത് നമ്മൾ യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ വിശ്വസിച്ചിട്ട് അതിന് പുറകെ പോകും. ഓക്കെ. ദെൻ വരുന്നത് ബ്ലെസ്സിങ് ഇമോഷനാണ്. എന്താണ് ബ്ലെസ്സിങ് ഇമോഷൻ? ക്ലാരിറ്റി ഉണ്ടായിരിക്കും, വ്യക്തത ഉണ്ടായിരിക്കും, ഓരോ കാര്യങ്ങളെയും അതിൻ്റെ ശരിയായ രൂപത്തിൽ കാണാൻ പറ്റും, ശാന്തത ഉണ്ടായിരിക്കും, ഇന്നർ പീസ്, ലോകത്തെ സാക്ഷിബോധത്തോടെ കാണുമ്പോൾ സമാധാനം പറയും. CCTV ക്യാമറ ഒബ്സർവ് ചെയ്യുന്ന പോലെ ചുറ്റുമുള്ള വ്യക്തികളെയും സാഹചര്യങ്ങളെയും ഒരു സാക്ഷിബോധത്തിൽ നോക്കി കാണാൻ പറ്റും നമുക്ക്. മോസ്റ്റ് ഓഫ് ദ ടൈം അങ്ങനെ പറ്റും. ഓക്കെ. ഇനി പ്രത്യാശ ഉണ്ടാവും, ഒപ്റ്റിമിസം, അതായത് വരാനിരിക്കുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ച, നമുക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കും.
എന്തോ എനിക്ക് വേണ്ടി, അതെൻ്റെ പ്രപഞ്ചം, എൻ്റെ സൃഷ്ടാവ് എനിക്ക് വേണ്ടി കരുതി വച്ചിട്ടുണ്ടെന്ന് നമുക്കൊരു ബോധ്യം വരും ഉള്ളിൽ. ഇനി സഹസ്രാര ചക്രം പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധത്തെ, പ്രപഞ്ച ഊർജത്തെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അവിടെ കേഴ്സ് ഇമോഷൻസ് എന്നത് അത് കൂടിയാൽ എന്താണ് പ്രശ്നം വരിക? ഏകാന്തത, അതായത് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് തോന്നും. ഈ ലോകത്തിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് തോന്നും. ഒറ്റപ്പെട്ടവനാണെന്ന് തോന്നും. ലൗകിക കാര്യങ്ങൾ നമുക്കിതൊന്നും വേണ്ടാന്ന് തോന്നും. ഇതൊക്കെ ഈ ലൗകിക ജീവിതം ആസ്വദിക്കുന്നവരെയും ഒക്കെ കാണുമ്പോൾ നമുക്ക് അവരോട് പുച്ഛമോ വെറുപ്പോ അല്ലെങ്കിൽ ഒരാൾ അകൽച്ചയോ ഒക്കെ തോന്നും. നമുക്ക് അവരെ അംഗീകരിക്കാൻ പറ്റില്ല. വിരക്തി, ജീവിതത്തിന് അർത്ഥമില്ലെന്ന് തോന്നും. ഡിപ്രഷൻ വരും. നമ്മൾ എന്തോ തേടി നടക്കുന്ന പോലെ. അറ്റാച്ച്മെന്റ് വരും. ഭൗതികവാദം, അതായത് സ്പിരിച്വാലിറ്റി, ഈശ്വരന് ആ ഒരു ഇതൊന്നുമല്ല, പ്രപഞ്ചശക്തി, ഈശ്വരനൊന്നുമില്ല. ഇതാണ് വലുത്. ഈ ഭൂമിയിലുള്ള സുഖസൗകര്യങ്ങളും ജീവിതം അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടായിരിക്കും. അങ്ങനെയും വരാം. അമിതമായ ആസക്തി, അപ്പോൾ അത് നഷ്ടപ്പെടുമ്പോഴും കിട്ടാതിരിക്കുമ്പോഴും ഉണ്ടാവുന്ന ഉത്കണ്ഠ ഉണ്ടായിരിക്കും. ഇനി ബ്ലെസ്സിങ് ഇമോഷൻ എന്താ വരിക? ബ്ലിസ്, പരമാനന്ദം, വാക്കുകൾക്ക് അതീതമായ സന്തോഷം. ചിലർ കണ്ടിട്ടില്ലേ, അവർക്കൊന്നും ഉണ്ടാവില്ല, പൈസ ഉണ്ടാവില്ല, ബന്ധങ്ങൾ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ അറിവുണ്ടാവില്ല, പക്ഷെ അവർ ഭയങ്കര സന്തോഷത്തിലായിരിക്കും. എങ്ങനെയാണത്? ആ ഒരു പ്രപഞ്ചബോധമായിട്ടുള്ള കണക്ഷൻ ഒന്നാണെന്ന് തോന്നില്ല. അതായത് പ്രപഞ്ചത്തിൽ എല്ലാറ്റിനോടും തോന്നുന്നുണ്ട് സ്നേഹം വരും, കൃതജ്ഞത, ഗ്രാറ്റിറ്റ്യൂഡ് വരും. നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നത് തന്നെ നന്ദി, എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനോടും എന്നെ ചുറ്റുമുള്ളവരോടും എല്ലാവരോടും ഒരു നന്ദി ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ലിസ്റ്റ് പഠിച്ചു. എല്ലാ ചക്രങ്ങളിലുള്ള കേഴ്സ് ഇമോഷൻസിനെയും ബ്ലെസ്സിങ് ഇമോഷൻസിനെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റി അല്ലേ? ഇനി എങ്ങനെ ഈ കേഴ്സ് ഇമോഷൻസിനെ ബ്ലെസ്സിങ് ആക്കി മാറ്റാം? അതാണല്ലോ നമുക്ക് അറിയേണ്ടത്. മാറ്റിയിടണം അല്ലേ? അതിനെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യണം, തിരിച്ചുവിടണം. ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നമ്മുടെ വികാരങ്ങളെ നമ്മൾ അടിച്ചമർത്തല്ല വേണ്ടത്, മറിച്ച് മാറ്റിയെടുക്കണം. അത് മാറ്റിയെടുക്കാൻ ആദ്യം വേണ്ടത് എന്താ? നമ്മൾ അവെയർ ആവണം. അതിനെക്കുറിച്ച് നമുക്ക് ബോധം വരണം. അംഗീകരിക്കണം, ആക്സെപ്റ്റ് ചെയ്യണം. അവെയർ ആവണം, ആക്സെപ്റ്റ് ചെയ്യണം. എങ്ങനെ? എനിക്കിപ്പോൾ സങ്കടം, ദേഷ്യം തോന്നുന്നതെന്ന് സമ്മതിക്കാം. എനിക്ക് കുശുമ്പ് തോന്നുന്നുണ്ട്, എനിക്ക് അവരെ കാണുമ്പോൾ നിരാശ തോന്നുന്നുണ്ട്, വിഷമം തോന്നുന്നുണ്ട്. അംഗീകരിക്കാം. പുറത്തേക്ക് ഉറക്കെ വിളിച്ച് പറയണമെന്നല്ല ഞാൻ പറയുന്നത്. യെസ്, എനിക്കിപ്പോൾ ദേഷ്യം തോന്നുന്നുണ്ട്. ആ ഒരു എന്നേക്കാൾ കൂടുതൽ സക്സസ് നേടിയ ഒരാളെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അസൂയ തോന്നുന്നുണ്ട്, കുശുമ്പ് തോന്നുന്നുണ്ട്, ദേഷ്യം തോന്നുന്നുണ്ട്, സങ്കടം തോന്നുന്നുണ്ട്, നിരാശ തോന്നുന്നുണ്ട്. അംഗീകരിക്കുക, അതിനെ എതിർക്കണ്ട. എന്തുകൊണ്ട്? എതിർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ പിന്നെ അതിനെ സപ്രസ് ചെയ്യാൻ നോക്കും. ഞാൻ അങ്ങനെയല്ല എന്ന്. ഓക്കെ, അപ്പോൾ അതിനെ എതിർക്കരുത്, അത് അംഗീകരിക്കാം. ആദ്യം അവെയർ ആവുക, ആക്സെപ്റ്റ് ചെയ്യുക, സാക്ഷിയാവുക, അതായത് ഒബ്സേർവ് ചെയ്യുക. എന്തുകൊണ്ട് എനിക്ക് ഈ ഇമോഷൻ, എന്തുകൊണ്ട് എനിക്ക് അവരോട് അസൂയ തോന്നി, എന്തുകൊണ്ട് എനിക്ക് അസൂയ തോന്നുന്നത്? എനിക്ക് അവരെക്കാൾ കഴിവുണ്ട് എന്ന് എനിക്കൊരു ബോധ്യം ഉള്ളത് കൊണ്ടാണല്ലോ എന്നേക്കാൾ കഴിവ് കുറഞ്ഞ അവര് നന്നായി നേടുന്നത്. അതുകൊണ്ടാണല്ലോ എനിക്ക് അസൂയ ഉണ്ടാവുന്നത്. ഒരു തരത്തിൽ ചിന്തിക്കാം. അല്ലെങ്കിൽ ഒരു തരത്തിൽ വേറെ തരത്തിൽ എന്ത് ചിന്തിക്കാം? കേഴ്സ് ആയിട്ട് ചിന്തിക്കാം അസൂയ. എനിക്ക് അവരുടെ അത്ര പോലും കഴിവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയല്ല, ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ്, യുണിക്കാണ്. നമ്മൾ നമ്മുടെ കഴിവുകൾ കണ്ടെത്തുക, അവർക്ക് അവരുടെ കഴിവുകൾ, നമുക്ക് നമ്മുടെ കഴിവുകൾ. ഇതെല്ലാം ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ കടന്നു പോയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും പറയാൻ പറ്റുന്നത് എനിക്ക്. ഓക്കെ, അപ്പോൾ ആ ഇമോഷൻ നമ്മളല്ല, അത് നമ്മളിലൂടെ കടന്നു പോകുന്ന ഒരു ഊർജ്ജം മാത്രമാണെന്ന് മനസ്സിലാക്കുക. ഓരോ സിറ്റുവേഷനും ഓരോ വ്യക്തികളും നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ അവരിട്ട് തരുന്ന ഒരു ഇൻപുട്ട്, അത്രയേ ഉള്ളൂ. അത്ര മനസ്സിലാക്കിയാൽ മതി. അത് നമ്മൾ ഉള്ളിലേക്ക് എടുക്കണോ, നമ്മൾ അതായിത്തീരണോ, ആ ഇമോഷൻ ആയിത്തീരണോ എന്ന് നമ്മൾ ചിന്തിക്കാം. വഴി പോകുന്നവരൊക്കെ ഓരോന്ന് നമുക്ക് ഇടും. അപ്പം നമ്മുടെ ഉള്ളിലേക്ക് ഓരോന്നിട്ട് വാക്കുകളായും നോട്ടങ്ങളായും പെരുമാറ്റായാലും എല്ലാം. പക്ഷെ നമ്മളത് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കണോ എന്നുള്ളത്, ഹൃദയത്തിലേക്ക് എടുക്കണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കാം.
ഇത് എൻ്റെ ജീവിതത്തെ സെർവ് ചെയ്യുന്നതാണോ, ഇതെനിക്ക് ആവശ്യമുള്ളതാണോ എന്ന് ചിന്തിക്കുക. ആ ഇമോഷൻ നമ്മളായി തീരേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എനിക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ, പക്ഷെ ഇതിന് ഞാൻ കൂടുതൽ നേരം വെച്ചുകൊണ്ടിരിക്കാൻ സമ്മതിക്കരുത്. അപ്പം അതിനെന്ത് വേണം? അതിനെ പിടിച്ച് നമ്മൾ മാറ്റണം. ദേഷ്യം വരുന്നുണ്ടെങ്കിൽ അതിനെ പവറാക്കി മാറ്റാം, ദൃഢനിശ്ചയമാക്കി മാറ്റാം. സങ്കടത്തെ നമ്മൾ ആഴത്തിലുള്ള തിരിച്ചറിവുമാക്കി. സങ്കടം വരുന്നത് എന്തുകൊണ്ടാ? നമ്മളെ ഒരാൾ പറ്റിച്ചു, നമ്മുടെ സ്നേഹം അവഗണിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചു, അല്ലേ? ഈ ഓരോ ഇമോഷൻ നമ്മൾ തിരിച്ചറിവാക്കി മാറ്റുക. അതിനെന്തെങ്കിലും, ഞാൻ നേരത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞ പോലെ തന്നെ, അതിലെന്തെങ്കിലും പാഠം പഠിക്കാനുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇനി അടുത്ത ഒരു ഇമോഷൻ ഭയം, അല്ലേ? ഭയത്തെ നമ്മൾ അവയർനെസ് ആക്കി മാറ്റാം, ജാഗ്രത. ഭയം വേണം. ഭയം ഇല്ലെങ്കിൽ നമുക്ക് ഒന്നിനെക്കുറിച്ചും ഭയം ഇല്ലെങ്കിൽ, ഞാൻ അനുഭവിച്ചിട്ടുള്ളതാ, എനിക്ക് ഭയം കുറവാ, പേടി കുറവാ. പക്ഷേ പേടിയില്ലാണ്ട് നമ്മൾ ഒരു ബിസിനസ്സിലേക്കോ ഒരു കാര്യത്തിലേക്കോ ഒരു വ്യക്തിനെ അന്ധമായിട്ട് വിശ്വസിക്കും നമ്മൾ, ഭയമില്ലെങ്കിൽ. ഒരു സാഹചര്യത്തെ നമ്മൾ അന്ധമായി വിശ്വസിക്കും, അല്ലേ? അവർ നമ്മളെ ചീറ്റ് ചെയ്യാം, ആ സാഹചര്യം നമുക്ക് മോശമായിട്ട് വരാം. ഭയം വേണം നമുക്ക്. എന്നാലേ നമ്മൾ അതിലുള്ള റിസ്ക് എന്താണെന്ന്, അതിൻ്റെ സൈഡ് എഫക്റ്റ്, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ. അപ്പോൾ ഭയം വേണം. അതിനെ അവയർനെസ് ആക്കി മാറ്റാം, ജാഗ്രത ആക്കി മാറ്റാം. അപ്പോൾ ഈ 3 സ്റ്റെപ്പിൽ കൂടെ നമ്മൾ കടത്തി വരണം എല്ലാം. ഞാൻ പറയുന്ന ഓരോരോ കാര്യങ്ങളും അവെയർ ആവുക, ആക്സെപ്റ്റ് ചെയ്യുക, അംഗീകരിക്കുക, നമ്മൾ അതിൽ നിന്ന് പിടിച്ച് ഷിഫ്റ്റ് ചെയ്യാം, മാറ്റിയെടുക്കുക, ഓൾട്ടർ ചെയ്യാം. നമുക്കേ സാധിക്കൂ. ഇത് വേറൊരാളിപ്പോൾ ഞാൻ ഇവിടുന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു അത് ചെയ്യൂ ഇത് ചെയ്യൂ, ഒരു മെൻറ്ററോ ഒരു കോച്ചോ ഒരു കൗൺസിലറോ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്ന് പറയാൻ പറ്റും അവർക്ക്. പക്ഷെ ഫൈനലി ചെയ്യേണ്ടത് ആരാ? നിങ്ങൾ തന്നെ. നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഒന്ന് ചുമ്മാ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ഇമോഷൻസ് ഭയങ്കര ദേഷ്യവും സങ്കടമൊക്കെ വരുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ചുള്ളൊരു മ്യൂസിക് വയ്ക്കുക. ദേഷ്യം വരുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ സ്റ്റുഡൻസിനോട് പറയാനുള്ളതാണ്, ദേഷ്യം വരുന്ന സാഹചര്യമാണെങ്കിൽ, ആ ദേഷ്യം പ്രകടിപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ നിങ്ങൾ മാറി നിന്നിട്ട് ഈ ദേഷ്യത്തോടു കൂടിയുള്ള ഭയങ്കര അങ്ങനെ അമർത്തി ചവിട്ടി വെച്ചിട്ടുള്ള ശിവതാണ്ഡവം പോലുള്ള വരാഹ രൂപം അങ്ങനെയൊക്കെയുള്ള മ്യൂസിക് ഇല്ലേ, നല്ല ദേഷ്യത്തെ പവർഫുൾ ആയിട്ടുള്ള മ്യൂസിക് വെച്ചിട്ടുള്ള ആ പാട്ട് വെച്ച് നിങ്ങൾ ഡാൻസ് ചെയ്യാം. കാലും കൈയും അമർത്തി ചവിട്ടി ദേഷ്യത്തിൽ തന്നെ നിങ്ങൾ ഡാൻസ് കളിക്കാം. പതിയെ ആ പാട്ട് ഒരു 5 മിനിറ്റ് പാട്ട് വെച്ച് നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻ എക്സ്പ്രസ് ചെയ്ത് ആ പാട്ട് നിർത്തി നിങ്ങൾ കിടക്കയിലോ കസേരയിലോ വന്നിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലാവും ആ ഇമോഷൻ നിങ്ങളുടെ മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും എല്ലാം പോയി ആ ഡാൻസിലൂടെ ആ ചലനത്തിലൂടെ മാറി അത് ഒഴുകിപ്പോയിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഒഴുക്കിക്കളയുക ആ ദേഷ്യത്തെ, സങ്കടത്തെ ആയാലും. നമ്മൾ പറഞ്ഞിട്ട് ദേഷ്യം സങ്കടം വന്നാൽ ഷവറിൽ കീഴെ ഒരു ഷവർ നടത്താം, കുളിക്കുക എന്നുള്ളത്. യെസ്, ആ ഒരു കുളിയെ നമ്മൾ മെഡിറ്റേഷനാക്കി മാറ്റാം. ഓരോ തുള്ളി നമ്മുടെ ശരീരത്തിൽ കൂടെ വരുമ്പോൾ ഞാൻ ക്ലാസ്സിൽ പറയുന്നത് ആ ഒരു കുളി എന്നുള്ളത് ഒരു മെഡിറ്റേഷനാക്കി മാറ്റാം. ഓരോ ദിവസം കുളിക്കുമ്പോൾ ആ നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന ആ വേദനകളും ഇമോഷൻസും സപ്രസ് ചെയ്ത് വെച്ച എല്ലാ ഇമോഷൻസും ആ ഒരു വെള്ളത്തിൽ കൂടെ അലിഞ്ഞ് വെള്ളത്തിൽ ഒഴുകി പോകുന്നത് സങ്കല്പിക്കുക, വിഷ്വലൈസ് ചെയ്യുക. അത് പൊക്കോളും. രാത്രി കിടക്കാൻ നേരത്ത് ഒരു കുളി, സ്ലോ ആയിട്ട് വെച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ ഓരോ ഭാഗത്തു കൂടെ ആ വെള്ളത്തുള്ളി ഒഴുകി പോകുന്നതും എല്ലാം ഒബ്സേർവ് ചെയ്യുക. എല്ലാ ശരീരഭാഗത്തോടെയും ഒബ്സേർവ് ചെയ്യാം. അതിലൂടെ ആ ഇമോഷൻസ് നമ്മൾ സങ്കടമായിക്കോട്ടെ, ദേഷ്യമായിക്കോട്ടെ, നിരാശ എല്ലാം ഒഴുകി പോകുന്നതായിട്ട് സങ്കല്പിക്കുക. നമ്മുടെ ശരീരത്തിലെ വേദനകളെ എല്ലാം ഒഴുക്കിക്കളയുക. അതിലൊന്നുകിൽ കൈ കൂപ്പി നിന്നിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് കൈ ഫ്രീ ആയിട്ടിട്ടോ ഒബ്സേർവ് ചെയ്യാം. അതിലൊരു മെഡിറ്റേഷനാക്കി മാറ്റുക ആ ഭാഗത്തെ. അല്ലെങ്കിൽ ഡാൻസിന്, അല്ലെങ്കിൽ നല്ലൊരു മ്യൂസിക് കേൾക്കുക. മ്യൂസിക് ഇങ്ങനെ കേട്ടിട്ട് അതിനോടൊപ്പം നിങ്ങൾ അതിൽ ലയിക്കുക. ഓക്കെ.
ആദ്യം നിങ്ങൾ സങ്കടം ഉള്ളപ്പോൾ ഒരു സങ്കടമുള്ള പാട്ട് കേൾക്കും നമ്മൾ സാധാരണ അല്ലേ? സങ്കടം വരുമ്പോൾ നമുക്ക് ഭയങ്കര ബ്രേക്കപ്പ് സ്റ്റോറികളൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ സങ്കടത്തെ വിരഹത്തിൻ്റെ അങ്ങനത്തെ ഒരു പാട്ട് വെച്ച് കേൾക്കും. ഈ പാട്ട് ആ ഒരു അപ്പം കേൾക്കാം, ദെൻ ഷിഫ്റ്റ് ചെയ്യാം. ആ പാട്ട് ഒരു ദിവസം ഒരു ആഴ്ചയോ കൂടുതൽ ഇങ്ങനെ വിരഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും പാട്ടുകളൊന്നും വെച്ചുകൊണ്ടിരിക്കരുത്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സിറ്റുവേഷനിൽ സങ്കടം തോന്നുന്നുണ്ടെന്ന് വിചാരിക്കൂ, ആ ഇമോഷനുമായിട്ടുള്ള കണക്ട് ചെയ്തിട്ടുള്ള ഒരു പാട്ട് കേൾക്കുക, ഒരു പാട്ട്. നെക്സ്റ്റ് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റൊമാൻറ്റിക് ഏതെങ്കിലും ഡിവൈൻ സോങ്സ് അല്ലെങ്കിൽ നല്ല ഇൻസ്ട്രുമെന്റ് പാട്ടുകൾ ഷിഫ്റ്റ് ചെയ്യാം. ഒരു പാട്ടേ കേൾക്കാൻ പാടുള്ളൂ നിങ്ങളുടെ ഇമോഷനായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. ദെൻ നിങ്ങൾ അടുത്ത പാട്ട് സെലക്ട് ചെയ്യുക, ആ പാട്ടിൽ തിരിച്ചുവിടുക. ഇങ്ങനെ നമ്മുടെ ഫോക്കസ് മാറ്റാം, നമ്മുടെ എനർജി മാറ്റാം. ഇങ്ങനെ നമുക്ക് പറ്റുള്ളൂ, ഇങ്ങനെയാണ് നമുക്ക് പറ്റുക, നമുക്കേ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കുറച്ച് ലെങ്തി ആയി പോയിട്ടുണ്ട്. നിങ്ങൾ ഒബ്സേർവ് ചെയ്യുക, ഈ ലിസ്റ്റ് നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതാം. ഓക്കെ. അപ്പോൾ താങ്ക് യു ഫോർ ഓൾ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.